എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കനകരാജ്യം എന്ന സിനിമയെ കുറിച്ചാണ്. മുരളി ഗോപി നായകനായി വന്ന സിനിമയായിരുന്നു കനകരാജ്യം. അതുപോലെ ഇന്ദ്രൻസും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പോഴിതാ കനകരാജ്യം എന്ന സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബുൽബുലയ്യ 3 എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഇതൊരു ഹൊറർ സിനിമയാണ്. സിനിമ തിയേറ്ററുകളിൽ നല്ല കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ ലാസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കാ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ഈ സിനിമയുടെ വിതരണാവകാശം ദുൽഖറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ദുൽഖർ സിനിമ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT റിലീസ് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്കാണ് കാ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് കുറച്ചായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഭാവനയാണ് സിനിമയിൽ നായിക. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഒരു സിനിമ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിൽ റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഹണ്ട് സിനിമ കാത്തിരിക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. ഹണ്ട് അങ്ങനെ റിലീസിന് എത്തിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ലക്കി ഭാസ്കർ എന്ന സിനിമയെ കുറിച്ചാണ്. 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് ലക്കി ഭാസ്കർ. ദുൽഖറാണ് സിനിമയിൽ നായകൻ. തെലുങ്കിൽ മാത്രമല്ല കേരളത്തിന് സിനിമ ഹിറ്റായിരുന്നു. ഈ ഒരു സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. 30 കോടിക്കാണ് സിനിമയുടെ OTT വിറ്റുപോയത്. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്ന് രാത്രി 12 മണിക്കാണ് ലക്കി ഭാസ്കർ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ സിനിമ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.